നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ ഒന്നുമല്ല. ആ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവം നമ്മെ നീതീകരിക്കുവാനായിട്ടിടയായി തീർന്നു. ആ യേശുവിൻ്റെ രക്തത്താൽ അവൻ നമ്മെ നീതീകരിക്കുവാനായിട്ടിടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ കൃപയാൽ അവൻ നമ്മെ നീതീകരിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി അങ്ങനെ ഒരു നീതീകരണം നമ്മിൽ നടന്നെങ്കിൽ വചനം നമ്മോട് പറയുന്ന ഒരു ഉറപ്പുണ്ട്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആരാ നീതിമാൻ? അതേ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവൻ, ദൈവകൃപയെ പ്രാപിച്ചവൻ, ആ ദൈവത്തിൽ വിശ്വസിച്ചവൻ, അവനെയാണ് വേദപുസ്തകം നീതിമാൻ എന്ന് പറയുന്നത്. അങ്ങനെ നീതിമാനായവന് വചനം നൽകുന്ന ഒരു ഉറപ്പുണ്ട്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിലം പരിച്ചാകയില്ല. ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു. അവയിൽ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അതെ നീതീകരിക്കപ്പെട്ടവരുടെ പട്ടികയ്ക്കകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവജനമേ, അഭിഷക്തന്മാരെ, നമ്മെ തകർക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. നമ്മെ താളടിയാക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീതിമാൻ അവൻ വീഴും, പക്ഷേ അവൻ താളടിയായി പോകത്തില്ല. അവൻ 7 പ്രാവശ്യം വീണാലും അവൻ വീണ്ടും എഴുന്നേൽക്കും. അനർത്ഥം ദുഷ്ടനെ കൊല്ലുമ്പോൾ അത് നീതിമാന്റെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്.